തേന്മാവിൻ കൊമ്പത്ത് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. അല്ല പത്മ, ഒരു വിവാഹകാര്യമാവുമ്പോ എല്ലാവരുടെയും സമ്മതം വേണ്ടേ? സൂര്യയുടെ കാര്യത്തിലാണെങ്കിൽ ആ സമ്മതത്തിന് വേണ്ടി ആരും കാത്തു നിൽക്കണ്ട. കണ്ണടച്ച് എന്നെ എതിർക്കുക എന്നുള്ളത് മാത്രമാണ് ഏത് കാര്യത്തിലും അവന്റെ ഒരു നിലപാട്. മമ്മി ഇപ്പൊ പകലാണെന്ന് പറഞ്ഞ അവ രാത്രിയാണെന്ന് പറഞ്ഞ് തർക്കിക്കും, തർക്കിച്ച് ജയിക്കും. അവന്റെ ശീലം എങ്ങനെയാ? അങ്കിൾ, ഞങ്ങൾക്കെല്ലാവർക്കും രഞ്ജിത്തിനെ ഒരുപോലെ ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ ഇക്കാലത്ത് ഇത്രയും ശാന്ത സ്വഭാവമുള്ള ഒരാളെ കാണാൻ പോലും കിട്ടില്ല. അളിയനെന്താ ഒന്നും പറയാതെ? ഉദയ്, എന്റെ മകളുടെ വിവാഹകാര്യം ഒരു തർക്കമോ വാശിയോ ആക്കാൻ എനിക്ക് താല്പര്യമില്ല. സത്യം പറയാലോ, വേദയുടെ കാര്യത്തിൽ അവളൊരു കൊച്ചുകുട്ടിയാണെന്ന പരിഗണനയിൽ നിന്ന് എന്റെ മനസ്സ് ഇതുവരെ മാറിയിട്ടില്ല. ഇനി എത്ര കാലം അവളെ കൊച്ചുകുട്ടിയായിട്ട് നിർത്താനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇതല്ലാതെ നല്ല ആലോചനകൾ വേറെ ഇവൾക്ക് വേണ്ടി കണ്ടുവച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. പത്മ, എന്ത് കാര്യം പറയുമ്പോഴും ഒരു തർക്കത്തിന്റെ സ്വഭാവത്തിലേക്ക് കൊണ്ടുവരരുത് പ്ലീസ്. ഈ വിഷയത്തിൽ ഞാൻ തർക്കിക്കും. എത്രയോ കാലം കഴിഞ്ഞു. ഈ കുടുംബമായിട്ട് ഒന്നിച്ചു ചേരാനുള്ള മാർഗമല്ലേ ഏട്ടൻ കൊണ്ടുവന്നിരിക്കുന്നത്. അതൊരു വിവാഹത്തിലൂടെ ആവുന്നത് ഏറ്റവും നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആന്റി തിരക്ക് പിടിക്കരുത്. അച്ഛൻ പറയുന്ന ജാതക കാര്യങ്ങളിലൊക്കെ എനിക്കും വിശ്വാസമുണ്ട്. പക്ഷേ അത് മാത്രം വെച്ചുകൊണ്ട് തീരുമാനം തിടുക്കത്തിലാക്കണ്ട. ഒന്നും ഉണ്ടായിരുന്നേ. ഒരു കാര്യവും ഇവരാരും പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാറില്ല. അത് കറക്റ്റാ. ഇവിടെ എന്തെങ്കിലും കാര്യം പ്രാക്ടിക്കലായിട്ട് നടക്കണമെങ്കിൽ ആന്റി തന്നെ ചിന്തിക്കണം, ആന്റി തന്നെ തീരുമാനം എടുക്കണം. വേദ, ഹരിത, രണ്ടുപേരുടെ പേരിന്റെ അറ്റത്ത് ഓരോ തായുണ്ട്. നിങ്ങളിതെവിടെയായിരുന്നു? ഞാൻ എന്റെ വരുംകാല നാത്തൂന് മണവാളിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കായിരുന്നു. എന്താ മിസ്റ്റർ രഞ്ജിത്ത്, അതൊക്കെ വേണ്ടേ? പിന്നിവിടെ ചിലര് പറയുന്നത് കേട്ടല്ലോ, മുൻപരിചയമില്ലാത്ത ഒരാളെ എങ്ങനെയാ, അത് തെറ്റാണ്, അതിലെന്തോ വലിയ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെന്ന്. ഞാനത് സീരിയസ് ആയിട്ട് അങ്ങ് എടുത്തു. ഇപ്പതേ ചോദിച്ചു നോക്കിയേ, മിസ്റ്റർ രഞ്ജിത്തിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും വേദയ്ക്ക് കൃത്യമായിട്ട് അറിയാം അല്ലേ വേദ? എന്താടി ചിരിക്കുന്നെ? നിനക്ക് ബോധ്യപ്പെട്ടോ കാര്യങ്ങളൊക്കെ? അതിപ്പോ ഞാനെങ്ങനെയാ പറയുന്നേ? കണ്ടോ ഏട്ടാ, അവള് വളർന്നത് സമ്പന്നയായിട്ടാ. കൈ നീട്ടിയ എന്തും കിട്ടാനുള്ള സ്വാതന്ത്ര്യം അവൾക്കുണ്ട്. പക്ഷെ ഇന്ന് വരെ എന്റെ വാക്കുകളൊന്നും അവൾ മറികടന്നിട്ടില്ല. അക്കാര്യത്തില് പത്മയെ ഞാൻ സമ്മതിച്ചു. വിവാഹക്കാര്യത്തില് വേദ പറഞ്ഞ പോലെ ഒരു മറുപടി ഇക്കാലത്ത് ഒരു പെൺകുട്ടികളും പറയില്ല. സൂര്യ, വാടോ. വേണ്ടങ്ങളെ, എനിക്ക് കുറച്ച് തിരക്കുണ്ട്, അത്യാവശ്യമായിട്ടൊന്ന് പുറത്തു പോകണം. പോകാം, താനൊന്ന് ആദ്യം വന്നിട്ട് പോ. വാടാ ഇങ്ങോട്ട്. എന്താ സൂര്യ, ഞങ്ങൾ ഇന്നലെ സൂര്യ പറഞ്ഞ കാര്യം സീരിയസ് ആയിട്ട് ആലോചിച്ചു. സൂര്യ പറഞ്ഞതിലും കാര്യമുണ്ട്.
ഒരു ജന്മം മുഴുവൻ നിലനിൽക്കേണ്ടതാ.